തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലപാടുമായി കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴുള്ളത്. സ്വാഗതം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, VM സുധീരൻ KPCC പ്രസിഡന്റ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നല്ലൊരു ഇക്വേഷനിലാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ഇക്വേഷനുകളിലൊക്കെ കാര്യമായ പ്രയാസം നേരിടുന്നു എന്നത് ശരിയാണോ? ഒരു പ്രയാസമില്ല, വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വലുതായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എവിടെയെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും AI ഗ്രൂപ്പുകളുടെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ പ്രശ്നങ്ങളുണ്ട്, പല സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണോ പറയുന്നത്? ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിനനുസരിച്ച് എല്ലാം പറഞ്ഞ് പരിഹരിച്ചുകൊണ്ടിരിക്കുക. KPCC പ്രസിഡന്റിൻ്റെ വലിയ താല്പര്യമായിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണം എന്നത്. എന്നാൽ ഇപ്പോൾ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും എന്ന് മറുവിഭാഗം കേന്ദ്ര നേതൃത്വത്തെ അടക്കം അറിയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നുവെങ്കിൽ ഈ ഗ്രൂപ്പ് കൂടുതൽ കലുഷമാകുമായിരുന്നു, അതോ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പം കൂടുതൽ ഭദ്രമാകുമായിരുന്നു? അല്ല, തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനകത്ത് ആർക്കും എതിർപ്പില്ല. പുനഃസംഘടന ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പുനഃസംഘടന പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച്, പലതവണ മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റിവെച്ച് കാരണം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, അതിനുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. അത് ഈ പുനഃസംഘടന മാറ്റിവെച്ചതിൻ്റെ ഒരു ഗുണം ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. കാരണം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് മാത്രമല്ല, I ഗ്രൂപ്പ് അല്ലെങ്കിൽ A ഗ്രൂപ്പ് എന്ന പ്രതിസന്ധി മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത്. യുവജന വിഭാഗത്തിന് സീറ്റ് നൽകിയില്ല എന്നത് വലിയൊരു പ്രശ്നമായി പല സ്ഥലത്തും നിലനിൽക്കുന്നു. കോഴിക്കോട് ഉള്ള ഷട്ടൂര് പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തൃപ്തനാണോ? അല്ല, ചെറുപ്പക്കാർക്ക് ധാരാളം സീറ്റുകൾ ഇത്തവണ നൽകിയിട്ടുണ്ട്. പിന്നെ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. ഇപ്പോഴത്തെ ലോക്കൽ ബോഡി സെലക്ഷൻ ആയതുകൊണ്ട് ലോക്കൽ ആസ്പിറേഷൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വലിയ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിനെ പോലെയും CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വാർഡിൽ ചിലപ്പോൾ 3-4 സ്ഥാനാർത്ഥികൾ കാണും. നമുക്ക് ഒരാൾക്കെല്ലാം കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രശ്നം എക്കാലത്തുമുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നേരത്തെ കാരണം അത് വേണം, എൻ്റെ അഭിപ്രായത്തിൽ അത് വേണം എന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി, കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്നു. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 15ഓളം സ്ഥലങ്ങളിൽ റിബലുകളായി നോമിനേഷൻ കൊടുത്തു. സംസ്ഥാന കമ്മിറ്റി രാജിവെച്ചു. എപ്പോഴും അത് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ചെറുപ്പക്കാർക്ക് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. പാർട്ടിക്ക് നാളെ ആവശ്യമാണ്. അവർക്കൊരു അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് പാർട്ടി ചെറുപ്പക്കാരുടെ ഒരു തള്ളിച്ച ഉണ്ടാകുന്നു. അത് മറ്റു പാർട്ടികൾ ഉണ്ടാകാത്തത് അവിടെ ചെറുപ്പക്കാരുടെ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്നും യുവാക്കളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അവരങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെ ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല. ആ പ്രതിഷേധം പൂർണ്ണമായും തണുപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു തൃപ്തികരമായ നിലയിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയും. അതാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മഹേഷ്. വളരെ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ കഴിവുകളുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹം പിൻവലിച്ചു. ഡീൻ കുര്യാക്കോസുമായിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പല സ്ഥലത്തും പ്രശ്നമുണ്ട്. മലപ്പുറത്താണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. അവിടെ വലിയ പ്രശ്നങ്ങളാണ്. വെച്ചിരിക്കുന്ന സബ് കമ്മിറ്റികളൊക്കെ പലപ്പോഴും പരാജയപ്പെടുന്നു. എന്താണ് മലപ്പുറത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം? മുസ്ലിം ലീഗ് UDFൻ്റെ രണ്ടാമത്തെ കക്ഷിയാണ്. UDFിൽ അവരുടെ പ്രാധാന്യം ചെറുതല്ല. അവരുമായി എത്ര പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. പിന്നെ വളരെ ചുരുങ്ങിയ ചില പഞ്ചായത്തുകളിൽ പരസ്പരം മത്സരിക്കുന്നൊക്കെയുണ്ട്. കാരണം അത് ചില ഘട്ടങ്ങൾ അനിവാര്യമായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്, പരിഹരിക്കപ്പെടാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ ചില നോംസ് വെച്ചിട്ടുണ്ട്. ആ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. കോൺഗ്രസ് പാർട്ടി
ഒരു സ്ഥലത്തും സി പി എമ്മുമായി പ്രതിപക്ഷത്തുള്ള കക്ഷി സി പി എമ്മുമായി ചേർന്ന് ഒരു തരത്തിലും മത്സരിക്കാൻ പാടില്ല എന്ന് KPCC ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴും പല സ്ഥലത്തും അങ്ങനെ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നു. ആ കുറച്ച് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഒന്നിക്കാൻ കഴിയാതെ വരും. അപ്പോൾ അത് നമ്മൾ ആ നിലയിൽ കണ്ടാൽ മതി. കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് JSS രാജൻ ബാബു എന്ന് പറയുന്ന JSSൻ്റെ സംസ്ഥാന സെക്രട്ടറി SNDP പുതുതായി രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടന തയ്യാറാക്കുന്നു, അവരുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നു. ഇത് ശരിയല്ല എന്ന് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ ശക്തമായി നിലപാടെടുത്തിട്ട് പോലും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി ഒരു നിലപാട് കൃത്യമായി രൂപീകരിച്ചില്ല എന്നതൊരു പരാതിയല്ലേ? ഒരു പരാജയവുമല്ല. കാരണം അത് രാജൻ ബാബു UDF യോഗത്തിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. കഴിഞ്ഞ 10-25-20 വർഷമായി അദ്ദേഹം SNDP യോഗത്തിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹത്തോട് നിയമോപദേശം ചോദിച്ചാൽ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് കൊടുത്തു എന്നുള്ളതല്ലാതെ അവരുടെ ഭരണഘടന ഉണ്ടാക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും രാജൻ ബാബു പോയിട്ടില്ല. രാജൻ ബാബുവിൻ്റെ ആ വിശദീകരണം UDFന് തൃപ്തികരമായി തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളിൽ പിന്നീടൊന്നും പറയാറ്. അപ്പോൾ രാജബാബുവിനെതിരെ നിലപാടെടുക്കുന്ന ആലപ്പുഴ DCCയുടെ നിലപാട് ശരിയല്ല എന്നാണ്? അല്ല, ആലപ്പുഴ DCC പ്രസിഡന്റുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചു. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ പരസ്പരം എന്തോ പറഞ്ഞതാണ്. ഷുക്കൂർ ഒരു പ്രധാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം UDF യോഗത്തിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിശദീകരിച്ച കാര്യം അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം രാജൻ ബാബുവും ഷാജുവും ഒക്കെ പറയുന്ന മറ്റൊരു വാദമുണ്ട്. ഇങ്ങനെ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത KPCC ഭാരവാഹികളടക്കമുള്ള SNDPയുടെ ഭാരവാഹികളുണ്ട്, അവർക്കെതിരെ എന്താണ് കോൺഗ്രസ് മിണ്ടാത്തത് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. കാരണം BJP അങ്ങനെ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കുന്നത് കേരളത്തിൽ ശക്തി ആർജിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുകയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും. അതിന് കേരളത്തിലെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. മാത്രവുമല്ല, RSSൻ്റെയും BJPയുടെയും ഈ ഗെയിം പ്ലാൻ കേരളത്തിൽ നടപ്പായാൽ അതിൻ്റെ അർത്ഥം കേരളം ഒരു ഭ്രാന്താലയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത് കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. എൻ്റെ ചോദ്യം അത് മാത്രമല്ല, SNDP ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പാർട്ടി രൂപീകരണ യോഗത്തിൽ KPCCയുടെ ഭാരവാഹികളടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നതാണ് JSS ഉന്നയിക്കുന്നത്. എനിക്കറിയില്ല ആരുണ്ടെങ്കിൽ അവരുടെ പേര് പറയട്ടെ. വെറുതെ ആരോപണം ഉന്നയിച്ചു, അങ്ങനെ ആരും അവിടെ പോയിട്ടില്ല. അവരുടെ പേരുകൾ പറഞ്ഞാൽ നടപടി അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം. SNDPയുടെ മുന്നോട്ട് പോക്കിനെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് കാണുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഗുണഫലം ഉണ്ടാകുന്നത്? ഞങ്ങൾ ആർക്കും ഗുണഫലം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന തീരുമാനം കേരളത്തിലെ ജനങ്ങളുടെ മതേതര സംസ്കാരത്തിനെതിരായി ഉയർന്നു വരുന്ന ഏതൊരു വെല്ലുവിളിയെയും ചെറുക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. അത് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ജയിക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ നാടിൻ്റെ മതേതര സാഹചര്യങ്ങളെ നിലനിർത്താനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ആ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. പക്ഷേ ഇത്തരമൊരു സൂക്ഷ്മത അല്ലെങ്കിൽ അത്തരമൊരു ജാഗ്രതയോടുകൂടി ഒരു വർത്തമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നതായി ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങളെല്ലാവരും അത് ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാവരും പിന്നെ ആരും ഞങ്ങൾ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാറില്ല. അത് ഞങ്ങളുടേതായ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇത്രയേറെ പ്രശ്നം, അതായത് SNDP രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, SNDP കേന്ദ്ര BJP നേതൃത്വങ്ങളെ കാണുന്നു, ചർച്ച നടത്തുന്നു. കേരളത്തിൽ മുഴുവൻ SNDP സംഘപരിവാർ ശക്തികളുമായുള്ള ബന്ധത്തിൻ്റെ വലിയ ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ടായില്ല എന്നത് ശരിയാണോ? ഞാനും ഉമ്മൻചാണ്ടി സുധീരനും കൂടി നിന്നാണ് ഈ കാര്യത്തെപ്പറ്റി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിച്ചത്. അന്ന് അദ്ദേഹം ഞാനും സുധീരനും ആ കാര്യം പറഞ്ഞതാണ്. അല്ലാണ്ട് ഞങ്ങളാരും മിണ്ടായിരുന്നിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും ശക്തമായ നിലപാട് തന്നെ. മിണ്ടാൻ കുറച്ച് വൈകിയില്ല? ഇല്ല, ഒരിക്കലും വൈകിട്ട് ഒട്ടും വൈകിയിട്ടില്ല. ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജോലി അത് ഞാൻ പണ്ടുപെടുത്തിട്ടില്ല, നാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിണറായി വിജയൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് SNDP ഇത്തരമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണ്? അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ
വിഭാഗങ്ങളുടെ വോട്ട് കിട്ടുമെന്നുള്ളത് അത് തെറ്റായ ചിന്തയിലാണ് പിണറായി വിജയൻ ഇതൊക്കെ പറയുന്നത്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കറിയാം ആരാണ് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നതെന്ന്. ഞങ്ങളാരും ജനസംഘവുമായിട്ടും BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടില്ല. ഞങ്ങൾ മദനിയായിട്ട് കൂട്ടുകൂടിയിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയനും CPM-ഉമാണ്. അവരവരുടെ മുഖം വികൃതമാകുന്നതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ SNDP-യുടെ ഈ BJP ബന്ധത്തെ ഇത്ര ദുർബലമായാണോ കോൺഗ്രസ് കാണുന്നത്? ഞങ്ങളത് വലിയ ഗൗരവമൊന്നും കാണുന്നില്ല. കാരണം അങ്ങനെ വർഗീയ ശക്തികൾ, വർഗീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായാൽ അത് വലിയ ചലനമൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ടാണോ ശാശ്വതികാനന്ദയുടെ മരണമടക്കമുള്ള പ്രശ്നങ്ങൾ വീണ്ടും വിവാദമായപ്പോൾ ഒരു തുടരന്വേഷണത്തിൻ്റെ കാര്യം ആലോചിക്കുന്നത് പോലും വളരെ വൈകിയില്ലേ? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഞാനൊരു കാര്യം പറയുമ്പോൾ നിയമത്തിൻ്റെ പിൻബലം അതിനുണ്ടാകുന്നു. ഒരു ശാശ്വതാനന്ദയുടെ കേസ് 13 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 13 വർഷം മുമ്പ് ശാശ്വതികാനന്ദ മരണമടയുമ്പോൾ അന്ന് അതേപ്പറ്റി ഒരു ലോക്കൽ പോലീസ് അന്വേഷണമാണ് ഉണ്ടായത്. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് 2 വർഷത്തിന് മുമ്പ് കോടതികളിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. അന്തിമ റിപ്പോർട്ട് 2 വർഷത്തിന് ശേഷം കൊടുത്ത ഒരു കേസാണ്. അതിനിടയിൽ ശാശ്വതികാനന്ദയുടെ ബന്ധുക്കളും ശിവഗിരി മഠത്തിലെ ഒരു സ്വാമിയും ഇത് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ അപേക്ഷ കൊടുത്തു. തള്ളി. അതിൽ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി. അന്തിമ റിപ്പോർട്ട് കൊടുത്തു. CRPC അനുസരിച്ചൊക്കെ ഇന്ത്യൻ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അന്തിമ റിപ്പോർട്ട് കൊടുത്തൊരു കേസ് തുടരന്വേഷണം നടത്തണമെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണം. CRPC 173(8) അനുസരിച്ച് പുതിയ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ ഞാൻ ക്രൈംബ്രാഞ്ച് ADGP-യോട് ഞാൻ ആവശ്യപ്പെട്ടു, ഈ കാര്യത്തിൽ പുതിയ തെളിവുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അത് ഈ കേസ് അന്വേഷിച്ച എറണാകുളം ക്രൈംബ്രാഞ്ച് SP-ക്ക് അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ആ അന്വേഷണ ഏജൻസി തീരുമാനമെടുക്കുന്നത്. എല്ലാവരും പ്രസ്താവന കൊടുക്കുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എന്നെ നയിക്കുന്നത് നിയമങ്ങളാണ്. ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ മറ്റുള്ളവർ പ്രസ്താവന നടത്തുന്ന പോലെ ഞാൻ നടത്തുന്നത് ശരിയല്ല. ഇതേ പ്രശ്നം തന്നെയാണ് മൈക്രോ ഫിനാൻസ്, SNDP-യുടെ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ചും ശക്തമായ ആരോപണമുണ്ട്. ഓപ്പറേഷൻ കുബേര പോലെയുള്ള പദ്ധതികളിലൂടെ ശ്രദ്ധയാകർഷിച്ച ശ്രദ്ധേയനായ ഒരു ആഭ്യന്തരമന്ത്രി കൂടിയാണ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് ഇത്തരം ഒരു കേസ് മുന്നിൽ വന്നിട്ട് ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്, വിജിലൻസ് കേസുകൾ പറയുന്നുണ്ട്, ഇതിലൊക്കെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇത് രാഷ്ട്രീയ തലത്തിൽ ഇത് പിൻവലിക്കുന്നു എന്നാണ് മറുകക്ഷികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വസ്തുതകൾ അറിയാതെ പറയുന്ന കാര്യമാണ്. ഇവിടെ NSS മൈക്രോ ഫിനാൻസ് നടത്തുന്നുണ്ട്, SNDP നടത്തുന്നുണ്ട്, ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത് നടത്തി വരാറുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിനെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതികൾ നിയമപരമായി ആ പരാതികൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ്റെ ഒരു കത്ത് എനിക്ക് ലഭിച്ചു. ഞാൻ ആ കത്ത് ലഭിച്ച ദിവസം തന്നെ ആ കത്ത് യുക്തമായ അനന്തര നടപടികൾക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം നളിനി നെറ്റോയെ ആ കത്ത് ഏൽപ്പിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്തും എനിക്ക് നൽകി, എനിക്ക് മാർക്ക് ചെയ്ത് കിട്ടി. അതും ഞാൻ ഹോം സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഹോം സെക്രട്ടറി അതിന് അനന്തര നടപടികൾ എടുക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ്റെ കത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസിഡൻ്റ് ഇല്ല. അദ്ദേഹം ജനറലായി പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ SNDP-ക്ക് മൈക്രോ ഫൈനാൻസ് നടത്താൻ കഴിയില്ല, അതിനകത്ത് വലിയ വെട്ടിപ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
SNDP നടത്തുന്ന ഈ മൈക്രോ ഫിനാൻസ് നേരത്തെ പറഞ്ഞ പല സമുദായ സംഘടനകളും നടത്തുന്നു, വളരെ സുതാര്യമാണെന്ന് ആഭ്യന്തര വകുപ്പിന് ബോധ്യമുണ്ടോ? എനിക്കറിയില്ല, ഞാനതൊന്നും നോക്കാറില്ല. നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇതൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ആ മൈക്രോ ഫൈനാൻസിങ് നടത്തുന്നത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ചില പള്ളികൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനകത്ത് ഏതെങ്കിലും ക്രമക്കേടുണ്ടോ എന്നുള്ളത് പരാതി ഉന്നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് പരിശോധിക്കാൻ കഴിയുള്ളൂ. പരാതി വളരെ ഗുരുതരമാണ്. പരാതി ഗുരുതരമാണെന്ന് പറയുന്നതല്ലാതെ പരാതി എന്താണെന്ന് ആരും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് തന്ന പരാതിയിൽ വൈൽഡായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വെട്ടിപ്പുണ്ടായോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കിട്ടിയ കത്ത് ബഹുമാനപൂർവ്വം ഹോം സെക്രട്ടറിക്ക് പരിശോധിക്കാൻ ഞാൻ കൂടി അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് 2% വായ്പയ്ക്ക് എടുക്കുന്നു, എന്നിട്ട് ഇത് 16% വരെ വായ്പയ്ക്ക് നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതെല്ലാം ഹോം സെക്രട്ടറി പരിശോധിക്കട്ടെ. ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പിൽ നിന്നാണ് ഇത്തരം ഒരു നടന്നിരിക്കുന്നത്, ഇത്തരം ഒരു ക്രമക്കേടെന്ന് പറയാവുന്ന തരത്തിൽ. അങ്ങനെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും, അതിൽ നടപടി ഉണ്ടാവുക സംശയമൊന്നുമില്ല. പക്ഷെ അത് പരിശോധിക്കാതെ നമുക്ക് ചുമ്മാ ചെയ്യാൻ പറ്റുമോ? രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിക്കും അഭിപ്രായം അറിയിച്ചു. ഏത് തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് നടന്നാലും ആ ഗവൺമെൻറ്റുകളുടെ തെരഞ്ഞെടുപ്പ് ആ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നിരീക്ഷണം തന്നെയായിരിക്കും, വിലയിരുത്തൽ തന്നെയായിരിക്കും. അത് പ്രത്യേകതയൊന്നുമില്ല. കോൺഗ്രസിലെ ഒരു ഐക്യം അത്രമാത്രം സാധൂകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കോൺഗ്രസ് ഇന്ന് ഒറ്റക്കെട്ടായിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണിത്. പ്രവർത്തകന്മാർ വിവിധ തലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെയാണ് നേതാക്കന്മാർ മത്സരിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നു, ഒറ്റക്കെട്ടായിട്ട് പോകുന്നു. പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ വിജയമുണ്ടാക്കും എന്ന് കോൺഗ്രസ് പറയുമ്പോഴും കണ്ണൂരിലൊരു നഗരസഭ എതിരില്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, അത് ചില സ്ഥലങ്ങളിൽ അവരുടെ ഭീഷണി കൊണ്ട് ആളുകൾക്ക് നോമിനേഷൻ കഴിഞ്ഞ തവണ മലപ്പട്ടം പഞ്ചായത്തിൽ എല്ലാ സീറ്റിലും അവർ എതിരില്ലാതെ ജയിച്ചു. അവിടെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ നോമിനേഷൻ കൊടുത്തു. ചില പാർട്ടി ഗ്രാമങ്ങളിൽ ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയതെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാതെ. UDF അല്ലേ സംസ്ഥാനം ഭരിക്കുന്നത്? സംസ്ഥാനം ഭരിക്കുന്നുള്ളതല്ല, നോമിനേഷൻ കൊടുക്കാൻ ഇപ്പോൾ UDFന് കഴിയുമോ? UDF ഗവൺമെൻറ് കഴിയുമോ? UDFിൻ്റെ ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അവരെ തടഞ്ഞുകയും അവർക്ക് സമയത്ത് നോമിനേഷൻ കൊടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അവിടെയുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന. ഇടപെടാൻ കഴിയില്ലേ പോലീസിനായാലും മറ്റ് സംവിധാനങ്ങളോട്? പറഞ്ഞാൽ ഇടപെടാൻ പറ്റും തീർച്ചയായിട്ടും. അവർ പോലീസിനെ സമീപിച്ചില്ല, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല എന്നാണ്. ഈ ഇത്തരമൊരു നഗരഭരണം, അത് ഇത്തരമൊരു അവസ്ഥയിൽ ഒരുപക്ഷെ കോൺഗ്രസ് സജീവമാണ്, തിരിച്ചു വരും, അല്ലെങ്കിൽ കോൺഗ്രസ് കൂടുതൽ മെച്ചപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ CPM ഒരു നഗരസഭയിൽ 14 ആളുകളെ എതിരില്ലാതെ ജയിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കാണുകയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ 70% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴും ഒരു മലപ്പട്ടം പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ മുഴുവൻ ആളുകളും അവർ എതിരില്ലാതെ ജയിച്ചു. അപ്പം CPM ചില സ്ഥലങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, കായിക ബലം ഉപയോഗിച്ചുകൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെന്നാണ് അവിടെ നിന്നുള്ള പാർട്ടി പ്രവർത്തകരുടെ റിപ്പോർട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കോൺഗ്രസ് ഒരു വശത്ത് പറയുന്നു. അത് ചില സന്ദർഭങ്ങളിൽ ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നു. ഇത്തരം ചില പ്രശ്നങ്ങൾ ഇന്നുണ്ടായതല്ല, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായതല്ല. കേരളത്തിലും ഇത് ഇടതുപക്ഷം പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും പല കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിനെന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിസഭ പോലും ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? അല്ല, അത് ലോക്കലായി ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ലത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുമ്പോൾ ജനങ്ങളെ കൂടി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ഒരു കൂട്ടർക്ക് കഴിയുന്നില്ല. അത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പ്രബല കക്ഷിക്ക് പോലും മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടിയുള്ളൊരു പരാജയമല്ലേ? ഒരിക്കലുമല്ല. ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യാൻ? പോലീസുകാർക്ക് പോയി നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്താൽ ചിലർക്ക് നോമിനേഷൻ കൊടുത്തില്ല എന്ന് വരും. പക്ഷെ ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരിടത്തുനിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇത് അത്തരമൊരു നിസ്സാരമായൊരു പ്രശ്നമാണ്. ആഭ്യന്തര വകുപ്പ് നോമിനേഷൻ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നതിനപ്പുറം ഒരു നഗരസഭയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, അപ്പോൾ അതൊരു മാത്രമല്ല, വേറെയും ചില സ്ഥലങ്ങളിൽ എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ പറയുന്നത് ഞങ്ങളെ മത്സരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, വിരട്ടുന്നു. പക്ഷെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, അവരുടെ ആഭ്യന്തരമന്ത്രിയാണുള്ളത്. ഇതിന് ഒരു പോലീസ് നോമിനേഷൻ കൊടുക്കാൻ കഴിയുമോ എന്ന മറുചോദ്യം ഉന്നയിച്ച് തീർക്കാവുന്ന പ്രശ്നമാണോ? തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ആർക്കെങ്കിലും ഒരു പരാതിയുണ്ട്, എന്നെ നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന് പോലീസിൽ അറിയിച്ചാൽ പോലീസ് ആക്ട് ചെയ്യും. അല്ലാണ്ട് പോലീസിന് പോയിട്ട് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടതായി എനിക്കൊരു വിവരമില്ല. എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിൽ CPM-നെതിരെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കോൺഗ്രസോ UDF-ഓ കണ്ണൂരിൽ നിന്ന് ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പം പരാതി ആ സമയത്ത് കൊടുത്തിട്ടില്ല, പിന്നെ എനിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ പുതിയ കാര്യമല്ല. ഏത് കാലഘട്ടത്തിലും ചില സ്ഥലങ്ങളിൽ CPM ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്താറുണ്ട്. ആളുകളെ വോട്ടിരിക്കാതിരിക്കുക, ആളുകൾക്ക് ബൂത്തിൽ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇപ്പം കയ്യൂർ പോലുള്ള സ്ഥലങ്ങളിൽ ബൂത്തിൽ പോലും ഇരിക്കാൻ സമ്മതിക്കില്ല. അത് കുറേ കാലങ്ങളായിട്ട് അവിടെ ആളുകളെ ഭീഷണിപ്പെടുത്തി ചെയ്തുകൊണ്ട് അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ആ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായിട്ടാണ് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറ്റവും ശക്തമായ പോരാട്ടം കണ്ണൂരിൽ നടത്തിയത്. ഇത് പോലീസിന് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല, പൊതുസമൂഹം ഇതിനെതിരെ BJP-യുടെ ആണെങ്കിലും CPM-ൻ്റെ ആണെങ്കിലും ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം. CPM-ന് ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് മുന്നോട്ട് വരാൻ കഴിയുമോ? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജയിലിൽ നിന്ന് പോയി നോമിനേഷൻ കൊടുക്കുകയാണ്. ഇത് കേരളമാണ്, ഇത് ബീഹാറിലല്ല. ലാലു യാദവും പപ്പു യാദവും നോമിനേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വർത്തമാനമാണ്. ഇങ്ങനെ CPM അങ്ങനെ ചെയ്യുന്നു, CPM ഇങ്ങനെ ചെയ്യുന്നു, അവർ അക്രമമാണ് എന്നൊക്കെ. നിങ്ങളൊരു സർക്കാരിൻ്റെ കൂടി പ്രതിനിധിയാണ്, സർക്കാരാണ്, എന്നിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആൾക്കാരിന് പോയി നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? ആരെങ്കിലും നോമിനേഷൻ കൊടുക്കുന്നു, ഞാൻ കൊടുക്കാൻ കഴിയുന്നില്ല, എന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞാലല്ലാതെ പോലീസിന് ആക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലാതെ ഞങ്ങൾക്ക് ആ പോലീസുകാർക്ക് പോയി നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? അവരാരേലും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, എനിക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ നോക്കാൻ പറ്റും. അല്ലാണ്ട് കേരളത്തിൽ നടക്കുന്ന ഇന്നലെ നോമിനേഷൻ കൊടുക്കുന്ന 1,00,000 നോമിനേഷൻ കൊടുക്കുന്ന എല്ലായിടത്തും പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും ആർക്കെങ്കിലും? CPM-നെ നേരിടാൻ, CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ മുഴുവൻ UDF-നെ വിജയിപ്പിച്ചെടുക്കാൻ എന്താണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള തന്ത്രം? തീർച്ചയായിട്ടും ജനങ്ങളെ ബോധവൽക്കരിക്കും, ജനങ്ങളോട് കാര്യങ്ങൾ പറയും. ഈ തെരഞ്ഞെടുപ്പ് വർഗീയതയ്ക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF-നോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ. UDF ഗവൺമെൻറ്റിനെ കുറിച്ച് ഉള്ളൊരു പ്രധാനപ്പെട്ട പരാതി ചില സമുദായങ്ങളോട് കൃത്യമായ പരിഗണന അവർക്ക് നൽകുന്നില്ല എന്നാണ്. പ്രത്യേകിച്ച് ഇപ്പം അറബിക് സർവകലാശാല പോലെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകളെ പരിഗണിക്കുന്നില്ല എന്ന പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമസ്തയടക്കം അവരുടെ നിലപാടുകൾ മുസ്ലിം ലീഗിന് പോലും എതിരായി എടുക്കുകയും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുണ്ടോ ഈ ഗവൺമെൻറ്? അങ്ങനെയൊന്നുമില്ല. എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. സമസ്ത അങ്ങനെ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുത്തുവെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തെ പ്രീണിപ്പിക്കുകയോ ഏതെങ്കിലും വിഭാഗത്തെ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് UDF-ൻ്റെ സമീപനമല്ല. UDF എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മുന്നണിയാണ്. ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ദിവസം സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതര പ്രശ്നം സംസ്ഥാനം ചർച്ച ചെയ്തു. സ്പീക്കർ രോഗമാണ് എന്ന് പറഞ്ഞു. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിലെങ്കിലും പൊതുസേവകരായ ആളുകൾ സൂക്ഷ്മത പാലിക്കേണ്ടതില്ലേ? അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അസുഖമാണെന്ന് പറഞ്ഞു. അത് അസുഖമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി ഇനി എന്ത് പറയാനാണ് കൂടുതൽ? സുഖമില്ലാത്ത ഒരാളിനെ സഹായിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരാൾ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മുഖവിലേക്ക് എടുക്കണ്ടേ? ഓക്കെ, വളരെ താങ്ക് യു.